ഓണരുചികളിലെ അടുത്ത വിഭവം എരിശ്ശേരിയാണ്. കായും ചേനയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ എരിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുവേ നമ്മൾ മത്തങ്ങയും വൻപയറും കൂടെ ആയിരിക്കുമല്ലോ എരിശ്ശേരി വെക്കാറ്. ഇതിപ്പോ നമുക്ക് കാ വെച്ച് മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാവേ. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ചേനയും നല്ല പച്ച ഏത്തക്കയാണ് വേണ്ടത്. എനിക്കിപ്പോ കിട്ടിയത് ഈ ഒരു പരുവത്തിനുള്ള ഏത്തക്ക. നേരിയൊരു മഞ്ഞ നിറം വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എരിശ്ശേരിക്കോ കൂട്ടുകറിക്കോ ആണെങ്കിൽ ഈ ഒരു പരുവാണെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് 2-3 വിസിലങ്ങ് വേവിച്ചെടുക്കണം. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത ശേഷം നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. അതിനായിട്ട് കുറച്ച് തേങ്ങയും 3-4 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ജീരകവും അല്പം മാത്രം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തരിതരിപ്പോടെ അരച്ചെടുക്കാം. മഷി പോലെ അങ്ങ് അരയ്ക്കണ്ട കേട്ടോ. ഇത് നമുക്ക് വെന്ത് വന്ന കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണേ. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ചെറുതായിട്ടാവുന്ന ഉടച്ചൂടെ കൊടുക്കണേ. ഇനി വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് കടുക് വറുത്തെടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് തേങ്ങ, ഒരു 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും. ഇത് നമ്മുടെ മിക്സിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി എടുത്താൽ മതി. നല്ല കുറുകിയ എരിശ്ശേരി റെഡിയാവും. നമ്മൾ സദ്യക്ക് ഇലയിൽ വിളമ്പാനായതുകൊണ്ടാണ് ഇത്രയും കട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. മറ്റൊരു ഓണ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.